ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ വലിയൊരു വോട്ടിനെ ഈ പറഞ്ഞ കക്ഷി തോൽക്കണ്ടായി. തോറ്റപ്പോൾ മാനസികമായ തകരാറായിട്ട് ഓടി നടക്കണം. നമ്മൾ കണ്ടാൽ തന്നെ അറിയാം, പല സ്ഥലം അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, തൃശ്ശൂർ പോകുന്നു. ഇപ്പോൾ തൃശ്ശൂർ പോയിട്ട് അത് കിറ്റ് പിടിച്ചു വന്ന് വലിയ വിഷയമുണ്ട്. അതൊക്കെ ഒന്ന് ഓടി നടക്കുകയാണ്. മാനസികമായ തകരാറാണ് അയാൾക്കുള്ളത്. ആ മാനസിക തകരാറ് കുറേ ആൾക്കാർക്ക് ഉണ്ട് അങ്ങനെ. ആ തകരാറ് ഇനിയിപ്പോൾ നാളെ പറയും ഞങ്ങളങ്ങനെ തകരാറ് പഠിപ്പിക്കാൻ വരേണ്ടത് ചിലപ്പോൾ CPI പറയും. വലിയ വലിയ പ്രസംഗം ഇപ്പോൾ അടുത്ത ദിവസം ദേശീയ നേതാക്കന്മാരോട് വരുന്നുണ്ട്. ഈ പറയുന്ന പ്രതിപക്ഷമല്ല LDF സ്ഥാനത്ത് വിജയിപ്പിക്കാനായിട്ട് വരട്ടേന്നേ. അവരൊക്കെ വരട്ടെ. വന്നു കഴിഞ്ഞാൽ തന്നെ അസലായിട്ട് മറുപടി കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ട്. ആ വരുന്ന പക്ഷം ഈ പറയുന്ന അവരറിഞ്ഞിരിക്കണം ഈ വാർത്തയെ കൂടെ. ഈ പാർട്ടിയെ തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് ഒട്ടുക്കും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷണം ഉണ്ടായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ. ഇതൊരു പേയ്മെൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ഒരു വിഷയമുണ്ടായി. ഇത് റിസർവേഷൻ നടത്തിയതാണ് സുനിൽകുമാർ. എന്നുവെച്ചാൽ തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ സുനിൽകുമാറിന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് അവിടെ വനിത വന്നാൽ ഇവിടെ വനിതയെ നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വനിതയെ നിർത്തി തൃശ്ശൂർ മണ്ഡലം എനിക്ക് മത്സരിക്കാമെന്ന ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തെറ്റിച്ച് ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഇവിടെ ഗീതാകുമാർ സുനിൽകുമാറിൻ്റെ അഡ്രസ്സ് ഇല്ലാതായി. അതാണ് ഇതിലുള്ള മാനസിക തകരാറ്. കുറേ കഴിയുമ്പോൾ മേക്ക് വെച്ച് പ്രസംഗിക്കാൻ സാധ്യതയുണ്ട്.